നമുക്ക് 2 ദിവസം മുമ്പ് നമുക്കൊരു റെഡീം കോഡ് ലഭിച്ചിരുന്നു. റെഡീം കോഡ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മളെല്ലാവരും റെഡീം കോഡ് ടൈപ്പ് ചെയ്തിട്ട് കൺഫേം കൊടുത്തു. നമ്മളെല്ലാവരും റെഡീം കോഡ് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ കൺഫേം കൊടുത്തപ്പോൾ നമുക്ക് വന്ന മെസ്സേജ് ഇങ്ങനെയായിരുന്നു. അതായത് 24 മണിക്കൂറിനകം നമ്മുടെ ഇൻബോക്സിലേക്ക് റിവാർഡ് എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന മെസ്സേജ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം നമുക്ക് റെഡീം കോഡ് ടൈപ്പ് ചെയ്ത് കൺഫേം കൊടുത്തപ്പോൾ നമുക്ക് വേറെ എറർ മെസ്സേജ് ഒന്നും വന്നില്ല. സക്സസ്ഫുള്ളി അതായത് നമ്മളെല്ലാവരും ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ഫയർ നമുക്കൊരു റെഡീം കോഡ് തന്നു. ആ റെഡീം കോഡിനെ കുറിച്ച് വീഡിയോസ് ചെയ്തു. ബട്ട് നമുക്ക് ആ ഒരു റെഡീം കോഡ് നമുക്ക് റിവാർഡ് ലഭിച്ചില്ല. എന്ത് ചെയ്യാനാണ് ഗൈസ്? ഞാൻ വിചാരിച്ചത് 24 മണിക്കൂറിനകം തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് റിവാർഡ് വരും എന്ന് തന്നെയായിരുന്നു. ഓക്കെ, എന്തായാലും നടന്നു. ഇനി നമുക്ക് എന്തായാലും കഴിഞ്ഞ കാലത്തെ പറ്റി പറഞ്ഞ ചുമ്മാ സെഡ് അടിച്ചിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫ്രീ ഫയറിലേക്ക് പുതിയ റെഡീം കോഡ് വരുന്നുണ്ട്. റംസാൻ ഈവന്റ് കഴിയുമ്പോൾ ഫ്രീ ഫയറിലേക്ക് പുതിയ ഒരു ഈവന്റ് വരികയാണ്. ഇവ രണ്ടിൽ നിന്നും നമുക്ക് എല്ലാവർക്കും മാസമായിട്ടുള്ള റിവാർഡുകളായ ബണ്ടിൽ നമുക്ക് ഇമോട്ടുകളൊക്കെ ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ റംസാൻ ഈവന്റ് കഴിയുമ്പോൾ AAA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവന്റ് സ്റ്റാർട്ട് ആവും. ഈ ഒരു ഈവന്റ് ഫ്രീ ഫയറിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന ഇന്റർഫേസ് ലോഗോ ഇങ്ങനെയായിരിക്കും. റംസാന്റെ ലോഗോ പോലെ വരുന്നത് നമുക്ക് WWE റിംഗ് പോലത്തെ ഉള്ള ഒരു ലോഗോ ആയിരിക്കും. ആ ഒരു ലോഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്ന പുതിയ AAA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവന്റ് ഇങ്ങനെയായിരിക്കും. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ലഭിക്കാൻ പോകുന്നത് ഈ ഒരു ബാക്ക് പാക്ക് ആണ്. ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ റിവാർഡ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ സെർവറിലേക്ക് വരുമ്പോൾ മറ്റേതെങ്കിലും റിവാർഡ്സ് ലഭിക്കാൻ ചാൻസ് ഉണ്ട് ഈ ബാക്ക് പാക്കിന് പകരം. ഈവന്റിന്റെ പേജ് ഒക്കെ വരുന്നത് ഇങ്ങനെയായിരിക്കും. ബട്ട് നമുക്ക് റിവാർഡ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. മറ്റുള്ള സെർവറിൽ ഈ ബാഗിന്റെ സ്കിൻ ലഭിക്കാൻ പോകുന്നത് ഫ്രീ ആയിട്ടായിരിക്കും. ലോഗിൻ റിവാർഡായിട്ട് കിട്ടാൻ പോകുന്നത് ഈ ബാഗിന്റെ സ്കിന്നാണ്. തൊട്ട് താഴെ നമുക്ക് ഡെയിലി മിഷൻ കാണാൻ സാധിക്കും. ഈ ഡെയിലി മിഷനിൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കുക ടോക്കൺ ആയിരിക്കും. പലതരത്തിലുള്ള മിഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ലോഗിൻ റിവാർഡായിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ ലഭിക്കാൻ പോകുന്ന ഈ ടോക്കൺ ആയിരിക്കും. നമുക്ക് അങ്ങനെ ഒരുപാട് മിഷൻസിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഈ ടോക്കൺ ആണ്. ഇവിടെ നിന്നും ഈ ടോക്കണിന്റെ ഉപയോഗം എന്താണ്? നമുക്ക് തൊട്ട് താഴെ എക്സ്ചേഞ്ച് സ്റ്റോർ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഈ ടോക്കൺസ് കൊടുത്ത് നമുക്ക് എക്സ്ചേഞ്ച് അടിക്കുന്നത് റിവാർഡ്സ് ഒക്കെ ആയിട്ടായിരിക്കും. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു ഫീമെയിൽ ബണ്ടിൽ കാണാൻ സാധിക്കും. ഈ ബണ്ടിൽ ഓൾറെഡി ഫ്രീ ഫയറിലേക്ക് വന്ന ഒരു ബണ്ടിലായിരുന്നു ഇന്ത്യൻ സെർവറിലൂടെ. അതുകൊണ്ട് തന്നെ മിക്കവാറും നമുക്ക് എല്ലാവർക്കും ഈ റിവാർഡ്സ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു ടാറ്റു ഒക്കെ പതിച്ചിട്ടുള്ള ഒരു മെയിൽ ബണ്ടിൽ, ഒരു അടിപൊളിയായിട്ടുള്ള ബണ്ടിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ബണ്ടിൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഈവന്റിൽ നിന്നും ഈ ടോക്കൺസ് കൊടുത്താൽ നമുക്ക് എല്ലാവർക്കും മാസ് റിവാർഡ്സ് ലഭിക്കുന്നുണ്ട്. ബട്ട് നമുക്ക് ഈ ബണ്ടിൽ നമുക്ക് ഓൾറെഡി ഫ്രീ ഫയറിൽ ഇന്ത്യയിൽ വന്ന ഒരു ബണ്ടിലാണിത്, ഫീമെയിൽ ബണ്ടിലാണത്. സോ അത് മാത്രമല്ല നമുക്ക് ഇതോടൊപ്പം നമുക്ക് ഒരുപാട് റിവാർഡ്സും ലഭിക്കുന്നുണ്ട്. അതിന് താഴെ എംബർ ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവന്റ് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് എല്ലാവർക്കും ഡയമണ്ട് കൊടുക്കേണ്ടി വരും. നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ഈവന്റിലും ഇതുപോലുള്ള മാസ് റിവാർഡ്സ് ഒക്കെ ലഭിക്കുന്നത് ഡയമണ്ട് ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഡയമണ്ട് ഒക്കെ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഈവന്റ് ആണത്. WWE ഒരു ഹീറോയുടെ ഒരു പരിവേഷത്തിലുള്ള ഒരു മെയിൽ ബണ്ടിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് എന്തായാലും AAA ഈവന്റ് വരുമ്പോൾ നമുക്ക് എന്തായാലും ഡയമണ്ട് കൊടുക്കേണ്ടി വാങ്ങാൻ പറ്റുന്ന ഒരു ബണ്ടിലായിരിക്കാം. നല്ല മാസ് ബണ്ടിലൊന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും നമുക്ക് കാണാൻ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ബണ്ടിലാണ്. എന്തായാലും നമുക്ക് ഫ്രീ ഫയറിലേക്ക് വന്നു പറയാൻ സാധിക്കും. അതായത് WWE ഒരു ബണ്ടിലാണ്. ദെൻ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഫീമെയിൽ കോസ്റ്റ്യൂം നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു ബണ്ടിലായിരിക്കും എന്നാണ് ഫ്രണ്ട്സ് അറിയാൻ കഴിഞ്ഞത്. നമുക്കൊരു ഫിസ്റ്റ് കാണാം. ഈ ഫിസ്റ്റ് നമുക്ക് ഉറപ്പാണ് എന്തായാലും നമുക്ക് ഡയമണ്ട് കൊടുത്ത് വാങ്ങേണ്ടി വരും. ദെൻ ഫ്രണ്ട്സ് അതിന് താഴെയാണ് നമുക്കൊരു ഗ്ലൂ വാളിൻ്റെ സ്കിൻ കാണാൻ സാധിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണത്. നല്ല കാണാനൊക്കെ പൊളിയായിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്കിതും നമുക്ക് ഡയമണ്ട് കൊടുത്ത് വാങ്ങേണ്ടി വരാൻ സാധ്യതയുള്ള ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണത്. നമുക്കിവിടെ 2 ഇമോട്ട് കാണാൻ സാധിക്കും. നമുക്കിവിടെ ജോൺ സീന ചാടുന്ന രീതിയിലുള്ളൊരു ഇമോട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. WWE റെസ്ലർ ചാടുന്ന രീതിയിലുള്ള ഒരു ഇമോട്ടാണത്. ദെൻ ഗൈസ് നമുക്ക് തൊട്ട് സൈഡിൽ തന്നെ മറ്റൊരു ഇമോട്ട് കാണാൻ സാധിക്കും. കസേരയ്ക്ക് എടുത്തത് അടിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഇമോട്ടാണത്. നമുക്ക് ഇതിൽ ഒരു ഇമോട്ട് നമുക്ക് ലഭിക്കുന്നത് ഡയമണ്ട് കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ഒരു ഇമോട്ടായിരിക്കും. ബട്ട് നമുക്ക് ഇതിൽ ഈ 2 ഇമോട്ടിൽ നമുക്ക് ഒരു ഇമോട്ട് നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്നത് സൗജന്യമായിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ ചാടുന്ന ഈ ജമ്പ് ചെയ്യുന്ന ഈ ഇമോട്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു ബാഗിന്റെ സ്കിൻ കാണാൻ സാധിക്കും. ഈ ബാഗിന്റെ സ്കിൻ നമുക്ക് കാണാൻ വലിയ അടിപൊളിയൊന്നുമല്ല. എന്തായാലും ടോപ്പ് അപ്പ് ഈവന്റിൽ വരാൻ പോകുന്ന ഒരു ബാഗിന്റെ സ്കിന്നായിരിക്കും. കുഴപ്പമില്ല ഗൈസ്. പിന്നെ അത് മാത്രമല്ല നമുക്കൊരു മറ്റൊരു പെറ്റിന്റെ സ്കിന്ന് തൊട്ട് സൈഡിൽ തന്നെ കാണാൻ സാധിക്കും. നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു പെറ്റ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു പെറ്റായിരിക്കും വരുന്നത്. നമുക്ക് ആ പെറ്റിന്റെ പുതിയ സ്കിന്നാണ് ഗൈസ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, റെഡീം കോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു മറ്റൊരു സർപ്രൈസ് റെഡീം കോഡ് വരുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് തൊട്ട് മുമ്പ് ലഭിച്ച റെഡീം കോഡ് നമുക്ക് ആർക്കും ഇൻബോക്സിലേക്ക് റിവാർഡ് വന്നില്ല. നമുക്ക് എല്ലാവർക്കും മൈൽ സ്റ്റോൺ ഉണ്ടാവും. ആ മൈൽ സ്റ്റോൺ നമ്മളെല്ലാവരും കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്നത് മാസ് റിവാർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും മാക്സിമം ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ ബെല്ലേക്കൺ അമർത്തി വെച്ചേക്ക്. കാരണം റെഡീം കോഡിനെ കുറിച്ചുള്ള മാക്സിമം അപ്ഡേറ്റുകൾ ഞാൻ ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും മാക്സിമം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.